ഹായ് ഹലോ. അപ്പം നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ബാക്കി വന്ന കടലുപ്പേരി നമുക്ക് ചെറിയ രീതിക്ക് ഒരു കറിയാക്കി എടുക്കുകയാണ്. അതിനായിട്ട് എണ്ണ ചൂടാക്കിയ ശേഷം അതിലേക്ക് വലിയ ഉള്ളി, തക്കാളി, മല്ലിയില ഇവ ഇട്ട് കൊടുത്ത് നന്നായി വഴറ്റിയ ശേഷം അതിലേക്ക് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് ചതച്ചത്. നമുക്കിന്ന് അതിൻ്റെ കൂടെ കഴിക്കാം പൊറോട്ട ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളി പച്ചമണം മാറിയ ശേഷം അതിലേക്ക് കറി മസാലപ്പൊടി, അതായത് പട്ട, കറാമ്പൂ, ഏലക്ക അത് പൊടിച്ചത്, കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, കുറച്ച് ഉപ്പ് ഇവ ഇട്ട് പച്ചമണം മാറുന്ന വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമ്മുടെ മസാലപ്പൊടികളുടെയൊക്കെ പച്ചമണം മാറിയ ശേഷം നമ്മുടെ ബാക്കി വന്ന കടല അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇട്ടൊന്ന് നന്നായി മിക്സ് ചെയ്ത ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം അതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് അത് തിളയ്ക്കാനൊന്ന് മൂടി വയ്ക്കുക. നമ്മൾ മൂടി വയ്ക്കുന്ന സമയം കൊണ്ട് കുറച്ച് മൈദപ്പൊടി നമുക്ക് ആ വെള്ളത്തിലിട്ട് മിക്സാക്കി എടുക്കാം. അപ്പോൾ ഇതൊക്കെ കറി നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് മിക്സ് ചെയ്ത് വെച്ച വെള്ളം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ആ മൈദ ഒന്ന് വേകണ വരെ ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കറി നന്നായിട്ടൊന്ന് വേവിച്ച് കുറുക്കിയെടുക്കുക. അപ്പോൾ ഇതാ നമ്മൾ തേങ്ങ അരയ്ക്കാത്തത് കൊണ്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു കുറുക്കം കിട്ടും. അപ്പോൾ സിമ്പിൾ നമ്മുടെ കറി റെഡി.